ഓണം ആഘോഷിക്കുന്നത് എന്നാണ്? ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണം നാളിൽ പ്രാധാന്യത്തോടെ ആഘോഷിക്കുകയും ചതയം നാൾ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു. ഓണം കേരളത്തിൻ്റെ ദേശീയ ഉത്സവം ആക്കിയ വർഷം 1961. മഹാബലിയുടെ പിതാവിൻ്റെ പേര് വിരോചനൻ. മഹാബലി എന്ന വാക്കിനർത്ഥം എന്താണ്? വലിയ ത്യാഗം ചെയ്തവൻ. മഹാബലിയുടെ യഥാർത്ഥ പേര് എന്താണ്? ഇന്ദ്രസേനൻ. അത്തം മുതൽ ഉത്രാടം വരെയുള്ള പൂക്കളങ്ങളിൽ ഒരു ദിവസം ചതുരത്തിലാണ് പൂക്കളമിടുന്നത്. ഏതു നാളിലാണത്? മൂലം നാൾ. മഹാബലിയുടെ പത്നിയുടെ പേര് എന്താണ്? വിന്ധ്യാവലി. വാമനനായി അവതാരമെടുത്ത മഹാവിഷ്ണു ഭിക്ഷയായി 3 അടി മണ്ണ് ആവശ്യപ്പെട്ടപ്പോൾ ആരാണ് മഹാബലിയെ അത് നൽകുന്നതിൽ നിന്നു പിന്തിരിപ്പിച്ചത്? അസുരഗുരു ശുക്രാചാര്യൻ. തമിഴകത്ത് ഓണം ആഘോഷിച്ചതായി പറയുന്ന സംഘകാല കൃതി ഏതാണ്? മധുരൈ കാഞ്ചി. ഏത് നാൾ മുതൽ ആണ് ചെമ്പരത്തിപ്പൂവിന് പൂക്കളത്തിൽ സ്ഥാനമുള്ളത്? ചോതി നാൾ മുതൽ. തിരുവോണ നാളിൽ അട നിവേദിക്കുന്നത് ആർക്കാണ്? തൃക്കാക്കരയപ്പന്. വിഷ്ണുവിൻ്റെ അവതാരമായ വാമനൻ്റെ പിതാവ് ആരാണ്? കശ്യപൻ. വിഷ്ണുവിൻ്റെ അവതാരമായ വാമനൻ്റെ അമ്മ ആരാണ്? അദിതി. ഓണം പോലെ ഐശ്വര്യമുള്ള നാട് എന്നു വിശേഷിപ്പിക്കപ്പെടുന്ന നാട്? ഓണാട്ടുകര. ദശാവതാരങ്ങളിൽ മഹാവിഷ്ണുവിൻ്റെ എത്രാമത്തെ അവതാരമായിരുന്നു വാമനൻ? 5-മത്തെ. ഭാഗവതത്തിലെ ഏതു സ്കന്ധത്തിലാണ് വാമനൻ തൻ്റെ പാദസ്പർശത്താൽ മഹാബലിയെ അഹങ്കാരത്തിൽ നിന്ന് മോചിതനാക്കി സുതലത്തിലേക്ക് ഉയർത്തിയ കഥ പറയുന്നത്? 8-ാം സ്കന്ധം. മഹാബലി ഏത് യാഗം ചെയ്യവെയാണ് വാമനനായി അവതാരമെടുത്ത മഹാവിഷ്ണു ഭിക്ഷയായി 3 അടി മണ്ണ് ആവശ്യപ്പെട്ടത്? വിശ്വജിത്ത് എന്ന യാഗം. വാമനാവതാരം സംഭവിച്ചത് ഏതു യുഗത്തിലാണ്? ത്രേതായുഗത്തിൽ. മഹാബലിയുടെ പുത്രൻ്റെ പേര് എന്താണ്? ബാണാസുരൻ. മാവേലിയെ ഊട്ടിയ നാട്, ഓണത്തിൻ്റെ നാട് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന നാട് ഏത്? ഓണാട്ടുകര. മഹാബലി നർമ്മദാ നദിയുടെ വടക്കേ കരയിൽ എവിടെയാണ് യാഗം നടത്തിയിരുന്നത്? ഭൃഗുകച്ചം എന്ന സ്ഥലത്ത്. എന്താണ് 28-ാം ഓണം? ചിങ്ങത്തിലെ തിരുവോണത്തിനു ശേഷം 28-ാമത്തെ ദിവസമാണ് ഇത്. കന്നുകാലികൾക്കായി നടത്തുന്ന ഓണമാണിത്. ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലെ പ്രധാന ദിവസമാണിത്. 4-ാം ഓണം ഏതു മഹാത്മാവിൻ്റെ ജന്മദിനം? ശ്രീനാരായണ ഗുരു. 2-ാം ഓണം മറ്റൊരു പേരിലും അറിയപ്പെടുന്നു. ഏതു പേരിൽ? അമ്മായി ഓണം. 2-ാം ഓണം മറ്റൊരു പേരിലും അറിയപ്പെടുന്നു. ഏതു പേരിൽ? അമ്മായി ഓണം. ഓണപ്പാട്ടുകളുടെ തമ്പുരാൻ എന്നറിയപ്പെട്ടത്? മച്ചാട്ടിളയത്. വാമനന് ചവിട്ടിത്താഴ്ത്തുവാനായി മഹാബലി തൻ്റെ തല കുനിച്ചു കൊടുത്തതായി കഥകളിൽ പറയുന്ന സ്ഥലം? ഓണാട്ടുകര. ഓണപ്പാട്ടുകാർ എന്ന കവിത എഴുതിയത് ആര്? വൈലോപ്പള്ളി ശ്രീധരമേനോൻ. ഓണം കേറാ മൂല എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? കുഗ്രാമം. ഓണത്തിന് എത്രാമത്തെ ദിവസമാണ് പുലിക്കളി നടക്കുന്നത്? 3-ാമത്തെ ദിവസം. ഓണത്തിൻ്റെ 5-ാമത്തെ ദിവസം ഏതാണ്? അനിഴം. ഓണത്തിന് പ്രധാനമായും ഒരുക്കുന്ന വള്ളംകളി? ആറന്മുള വള്ളംകളി. എന്തിനു വേണ്ടിയാണ് ആളുകൾ ഓണത്തിന് ഓണക്കോടിയും ഓണസദ്യയും ഓണക്കളിയും ഒക്കെ ഒരുക്കുന്നത്?
മാവേലിയുടെ സമ്പൽ സമൃദ്ധമായ ഭരണം ഓർക്കുവാൻ വേണ്ടി. ഓണവുമായി ബന്ധപ്പെട്ട പുലിക്കളിക്ക് പ്രശസ്തമായത് ഏത് ജില്ലയാണ്? തൃശ്ശൂർ. ദൈവത്തോട് ഉപമിച്ച് മണ്ണുകൊണ്ട് ഒരുക്കുന്ന രൂപം ഏത്? തൃക്കാക്കരയപ്പൻ. ഏതു മലയാള മാസത്തിലാണ് ഓണം ആഘോഷിക്കുന്നത്? ചിങ്ങമാസത്തിൽ. ഓണസദ്യയിൽ പ്രധാനമായിട്ടുള്ള പഴം ഏത്? വാഴപ്പഴം. ഓണവുമായി ബന്ധപ്പെട്ട പ്രധാന നൃത്തരൂപം ഏത്? തിരുവാതിരക്കളി. ഓണ ഉത്സവവുമായി ബന്ധപ്പെട്ട അമ്പലം ഏത്? തൃക്കാക്കര അമ്പലം. ഏതു സ്ഥലമാണ് അത്തച്ചമയത്തിന് പ്രസിദ്ധമായത്? തൃപ്പൂണിത്തറ. മഹാബലിയുടെ മുത്തച്ഛൻ ആരായിരുന്നു? പ്രഹ്ലാദൻ. ഓണവുമായി ബന്ധപ്പെട്ട രാജാവ് ആര്? മഹാബലി. ഓണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പൂവ് ഏത്? തുമ്പപ്പൂവ്. ഓണവുമായി ബന്ധപ്പെട്ട ദൈവം ഏത്? വിഷ്ണു. വള്ളം കളിയിൽ പാമ്പിൻ്റെ ആകൃതിയിലുള്ള വള്ളത്തെ എന്താണ് വിളിക്കുന്നത്? ചുണ്ടൻ വള്ളം. എന്താണ് തുമ്പിത്തുള്ളൽ? പരമ്പരാഗതമായ നാടോടി നൃത്തം. കേരളത്തെ കൂടാതെ ഓണത്തിന് അവധി നൽകുന്ന ഏക സംസ്ഥാനം? മിസോറാം. സംഘകാലത്ത് ഇന്ദ്രവിഴ എന്നറിയപ്പെട്ട ഉത്സവം? ഓണം. ഓണത്തുനാട് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രദേശം? കായംകുളം. വാമന പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം ഏത്? തൃക്കാക്കര. വാമനന്റെ കാൽപാദം പതിഞ്ഞ ഭൂമി എന്ന് അർത്ഥം വരുന്ന സ്ഥലം ഏത്? തൃക്കാക്കര. മലബാറിൽ ഓണത്തിൻ്റെ വരവറിയിച്ച് എത്തുന്ന തെയ്യം ഏത്? ഓണപ്പൊട്ടൻ. എത്രാമത്തെ ഓണം ആണ് കാടിയോണം എന്നറിയപ്പെടുന്നത്? 6ാമത്തെ. ഓണക്വിസ് നമ്മുടെ ചാനലിൽ 4 പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ബാക്കി വീഡിയോസിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. തുടർന്നും ഇതുപോലെയുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.